ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. മനുശ്ശേരി വായനശാലയിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം ജിനേഷ് ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ BJPയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി CPM മനുശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോപാലകൃഷ്ണൻ രംഗത്ത്. മനുശ്ശേരി വായനശാലയിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം ജിനേഷ് ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് BJP ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയുമായി CPM മനുശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോപാലകൃഷ്ണൻ രംഗത്ത്. BJPയുടെ പ്രസ്താവനകൾ വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുന്ന പാർട്ടിയല്ല CPM എന്നും മനുശ്ശേരി വായനശാല വളരെ സുതാര്യമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എതിരാളികൾ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള അനാചാരങ്ങളോ അക്രമങ്ങളോ ഇവിടെ ഉണ്ടായിട്ടില്ലെന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണമാണ്. അവിടെ അങ്ങനെ ആ രൂപത്തിലുള്ള ഒരു ഗുണ്ടാ പ്രവർത്തനമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ക്രിമിനലുകൾ വളർത്തുന്ന പ്രവർത്തനമോ അല്ലെങ്കിൽ ആ രീതിയിൽ യാതൊരുവിധ പ്രവർത്തനം അവിടെ ഇല്ല. വളരെ നല്ല നിലയിൽ അതിലിപ്പോൾ എതിരാളികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ വായനശാല പ്രവർത്തനത്തിലൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ ഒരു കൂട്ടായ്മയാണ് വായനശാല പ്രവർത്തനം. കൂട്ടായ്മ എതിരാളി BJPക്കാർ പറയുന്ന ഒരാരോപണവും നമുക്ക് അവിടെ ഉണ്ടായിട്ടില്ല. അതൊരിക്കലും നമ്മളത് വിശ്വസിപ്പിക്കില്ല. അങ്ങനത്തെ ഒരാളെയും നമ്മൾ വായനശാല പ്രവർത്തനത്തിൽ നമ്മൾ കയറ്റില്ല. മർദ്ദനമേറ്റ ജിനേഷ് ഒരു മികച്ച നാടക കലാകാരനാണെന്നും വായനശാലയുടെ വിവിധ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്ന വ്യക്തിയാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സംഭവ ദിവസം എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് വ്യക്തതയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ അയാൾ അന്നേ ദിവസം അവിടെ വായനശാലയുടെ നാടകത്തിൻ്റെ എന്തൊക്കെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട അവിടെ അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ആലോചനയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് സംഭവം ഉണ്ടായത്. അത് അല്ലെങ്കിൽ വായനശാലയിൽ നമ്മൾ മറ്റേ രീതിയിലുള്ള യാതൊരുവിധ പ്രവർത്തനം അവിടെ നടത്തുന്നില്ല. അവിടെ ഡാൻസ് ക്ലാസ് ഉണ്ട്, കരാട്ടെ ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് കുട്ടികൾക്ക് അഭിരുചി വളർത്താൻ ആവശ്യമായ രീതിയിലുള്ള നാടകത്തിൻ്റെ റിഹേഴ്സൽ, കുട്ടികളുടെ നാടകത്തിൻ്റെ റിഹേഴ്സൽ ഉൾപ്പെടെ അവിടെ നടത്താറുണ്ട്. നല്ല രൂപത്തിൽ കോളേജിലെ കുട്ടികൾ ഉൾപ്പെടെ സാധാ കുട്ടികൾ ഉൾപ്പെടെയുള്ള നാടകത്തിൻ്റെ പരിശീലനം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകുന്ന നല്ല കലാകാരനാണ് ജിനേഷ്. ഇതെന്താണ് സംഭവം ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. നമ്മളങ്ങനെ ഒരു മറ്റ് ഗുണ്ടകളെ അല്ലെങ്കിൽ ആരെയും നമ്മൾ സംരക്ഷിക്കുന്ന പ്രവർത്തനം തന്നെ നമ്മൾ നടത്താറില്ല.